പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. നടുവിന് നൽകുന്ന ആയാസങ്ങളാണ് പിന്നീട് നടുവേദനയായി അനുഭവപ്പെടുന്നത്. തുടർച്ചയായി നടുവളഞ്ഞുള്ള ഇരുത്തം, തുടർച്ചയായി നിൽക്കുക എന്നിവ പ്രധാന കാരണമായി കണക്കാക്കുന്നു. ഈ 5 കാരണങ്ങൾ ശ്രദ്ധിച്ചാൽ നടുവേദന ഒരു പരിധിവരെ പിടിച്ചു നിർത്താനാകും. നിവർന്നിരിക്കുക. നടുവിന് വേണ്ടത്ര സപ്പോർട്ട് നൽകാതെയുള്ള ഇരുത്തം ഒഴിവാക്കുക. നട്ടെല്ല് നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. നടുവ് നിവർന്നിരുന്നില്ലെങ്കിൽ നടുവിന് വീക്കവും നീർക്കെട്ടും വേദനയും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. ശരിയായ കിടത്തം. പകലുള്ള ജോലികൾക്ക് ശേഷം രാത്രി കിടക്കുമ്പോൾ ശരിയായി കിടക്കണം. അതായത് തലയണ വെച്ച് കിടക്കുമ്പോൾ നടുവ് ചിത്രത്തിൽ കാണും പോലെ നേരെ വയ്ക്കാൻ ശ്രമിക്കുക. നടുവും തലയണയും തമ്മിലുള്ള അനുപാതം നേരെയായിരിക്കണം. വിറ്റാമിൻ ബി. ഭക്ഷണത്തിൽ വിറ്റാമിൻ ബിയുടെ അംശം കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പാൽ, ചെമ്മീൻ, ഞണ്ട്, കക്ക, മുട്ട, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ വിറ്റാമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങളാണ്. പുകവലി ഉപേക്ഷിക്കണം. പുകയില വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ നടുവേദനയ്ക്ക് കാരണമാകുന്ന പ്രധാന വസ്തുവാണ്. ശരിയായ വ്യായാമം. രാവിലെ ചെറിയ വ്യായാമങ്ങളോ യോഗയോ ചെയ്യാൻ ശ്രമിക്കുക. വ്യായാമം പേശികൾക്ക് ഉണർവ് നൽകുവാൻ സഹായിക്കും. അമിത നടുവേദന മാറുവാൻ ഒരു ചെറിയ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെയധികം വേദന തോന്നുകയാണെങ്കിൽ ടെന്നീസ് ബോളോ മൃദുവായ ബോളുകളോ വെച്ച് ഇപ്രകാരം ഒരു ചെറിയ സമ്മർദ്ദം നൽകുക. ഇത് നടുവേദനയ്ക്ക് ചെറിയ ശമനം നൽകും. അമിതമായ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കുക. പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഹെൽത്ത് ഔട്ട്.